ഇന്നൊരു ഞായറാഴ്ചയാണേ. അപ്പോൾ ഉച്ചയ്ക്ക് പള്ളിയിലെല്ലാം പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ നോക്കിയപ്പം കഴിക്കാൻ തോന്നുന്നില്ല. എന്തോ ഒരു ക്രേവിങ്സ് ഉള്ളതുപോലെ, എന്തോ കഴിക്കാനായിട്ട് നമുക്ക് അതിയായ ഒരു ആഗ്രഹം വരുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി കുഴിമന്തി കഴിച്ചാൽ കൊള്ളായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ചിക്കനോ അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് മുട്ട ഇരിക്കുന്നത് ശ്രദ്ധയിൽ പെട്ടപ്പോഴത്തേനും ഞാൻ യൂട്യൂബിൽ നോക്കി. മുട്ട കുഴിമന്തി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ചിക്കൻ കുഴിമന്തി ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ എഗ്ഗ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ മുട്ട വെച്ചിട്ട് ആൾക്കാർ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ട്രൈ ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. എൻ്റെ മക്കൾക്ക് എന്നെപ്പോലെ തന്നെ കുഴിമന്തി ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അവരും ഞാനും കൂടെ എല്ലാം പെട്ടെന്ന് കുഴിമന്തി കുക്കറിൽ വേവിച്ചെടുത്തു. ഒരു തുള്ളി പോലും ഒട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുഴിമന്തി വന്നിട്ടുണ്ടായിരുന്നു. കുഴിമന്തിയുടെ അതേ ടേസ്റ്റും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എഗ്ഗ് കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനും മക്കളും കഴിക്കാമായിരുന്നു. ചേട്ടായി ഇവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ചേട്ടായി ഇല്ലാത്തത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം അതേപോലെ ഈ കുഴിമന്തിയുടെ മണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് കുക്കറിൽ നിന്ന് ആ ഒരു മണം വരുമ്പം തന്നെ നമുക്കത് കഴിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ലാണ്. അപ്പം ബിയമ്മോൾ കഴിക്കുന്ന കണ്ടില്ലേ. ബായ്.